സാധാരണഗതിയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഈണത്തിനനുസരിച്ചാണ് പാട്ട് എഴുതുന്നത്. ഇപ്പം ജീവാംശം എന്ന് പറയുന്ന വാക്ക്, ലൈലാകമേ എന്ന് പറയുന്ന വാക്ക് ആ ഈണമുള്ളത് കൊണ്ട് എനിക്ക് കിട്ടിയതാണ്. ജയേട്ടനൊക്കെ എഴുതിയ ഓലഞ്ഞാലി ആദ്യമായിട്ട് ഹിറ്റായ പാട്ടാണ്. ജയേട്ടൻ പാടിയത് കേട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു മുറിയിലിരുന്നിട്ട്. ലേൺ ചെയ്യണതിൻ്റെ ഒപ്പം മറക്കാനും നമ്മൾ ശീലിക്കണല്ലോ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പാട്ട് എഴുതാൻ പറ്റില്ല. കേൾക്കുന്നവൻ്റെ ഹൃദയം തൊടുക എന്നുള്ളത് ഒരു മാജിക്കാണ്. ആർട്ടിനൊരു ഫോർമുലയില്ല, ആർട്ടിൽ ശരിയില്ല തെറ്റില്ല. നമ്മളെയൊക്കെ ഡ്രൈവ് ചെയ്യുന്നത് ഒരു പരിധിവരെ സാഹചര്യം ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പലതരത്തിലും വരാം. പലതരത്തിലും വരാമെന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഈണത്തിനനുസരിച്ചാണ് പാട്ട് എഴുതുന്നത്. അപ്പം ഞാൻ അതിൽ ശ്രദ്ധിക്കാറുള്ളത്, ഒരു ഈണം കിട്ടിക്കഴിഞ്ഞാൽ ആ ഈണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ എന്താണ് ഒരു ഡയറക്ടറുടെയോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററോ ആരുടെയെന്ന് വെച്ചാൽ അവരുടെ ഒരു നരേഷൻ ഉണ്ടാവുമല്ലോ, അതെന്താണ് വേണ്ടത് എന്നാണ് ഞാൻ നോക്കാറുള്ളത്. ആ സിറ്റുവേഷൻ എന്താണ് അവർ എന്നിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നത്. ആ സിറ്റുവേഷൻ അതിലിപ്പോൾ എന്നിൽ നിന്ന് ഡിമാൻഡ് ചെയ്യണത് എന്ന് പറയുമ്പോൾ ഒരു സിറ്റുവേഷനോ ആ കഥയുടെ സാരാംശമോ മാത്രമായിരിക്കില്ല. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പായിൽ ഉപയോഗിക്കേണ്ട ഒരു ഡയലക്റ്റ്, ഏത് രീതിയിലുള്ള ഒരു ഡയലക്റ്റാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് എടുക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരായിട്ട് സംസാരിക്കുമ്പോൾ അവരായിരിക്കും ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു ഇത് വൈബ് ഉള്ളിൽ കൊണ്ട് നടക്കുന്നവർ. അപ്പോൾ ആ ഡയറക്ടർ പറയുന്നത് എന്താ വെച്ചാൽ അതിന് ചിലപ്പോൾ വാക്കുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, വാക്കുകൾ കിട്ടാറുണ്ട്. അപ്പം അത് ആണ് ആദ്യം ചെയ്യുന്നത്. പിന്നെ മ്യൂസിക് ഡയറക്ടറായിട്ട് നമ്മൾ പിന്നെ ട്യൂണിലേക്ക് കടക്കുമ്പോൾ മ്യൂസിക് ഡയറക്ടറായിട്ട് നമ്മൾ സംസാരിക്കും. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് ഓരോരുത്തരുടെ ശീലമാണ്. ഞാൻ ഈ ഈണം കേൾക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വാക്ക് അതിലേക്ക് അബദ്ധവശാലും ഈണം കേട്ട് വന്നു കഴിഞ്ഞാൽ അത് ഞാൻ ചിലപ്പോൾ സിറ്റുവേഷന് നല്ല കോൺട്രഡിക്ടറി ആയിരിക്കും, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ ലോക്കിൽ നിന്ന് ചിലപ്പോൾ പുറത്ത് കിടക്കാനും പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സിറ്റുവേഷൻ കേൾക്കുന്നത്, എന്നിട്ട് ഈണം കേട്ട്. അപ്പോൾ മ്യൂസിക് ഡയറക്ടർക്കും അവരുടെ ഒരു ഇൻപുട്ട് തരാനുണ്ടാവും അതിൻ്റെ സൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ട്. ചിലപ്പോൾ ചില ഡമ്മി വേർഡ്സ് ചില മ്യൂസിക് ഡയറക്ടർമാർ പാടിയിടും. അത് നമുക്ക് ഗുണം ചെയ്യും. ചില സാധനങ്ങൾ ഇപ്പോൾ അവർക്ക് എന്താണ് എങ്ങനെയാണ് പോകേണ്ടത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത്. അങ്ങനെ മ്യൂസിക് ഡയറക്ടർമാർ പാടുന്ന ഡമ്മിയിൽ നിന്ന് ആ വാക്കല്ല, നമ്മൾ വിചാരിക്കാത്ത ചില വാക്കുകളൊക്കെ ആ ട്യൂണിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. ലൈലാകമേ, ജീവാംശം, അതൊക്കെ എനിക്ക് അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ എന്നിട്ടാണ് അതിനെ ആ ഈണത്തിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും സത്യത്തിൽ അവിടെ ജോലി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു മനോധർമ്മത്തിൻ്റെ നൂല് വെച്ചിട്ട് ഈ സംഗീത സംവിധായകൻ്റെ ഈണത്തെയും സംവിധായകൻ്റെ അല്ലെങ്കിൽ തിരക്കഥാകൃത്തിൻ്റെ ആശയത്തെയും കൂട്ടിക്കെട്ടുക എന്നുള്ളതാണ്. ഇനി ഇതിൽ വിഭിന്നമായിട്ട് ചില കാര്യം വരുന്നത്, ചില സിനിമകളിൽ അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും വേറെ ഏതെങ്കിലും സോങ് വെച്ചിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ. അതിപ്പോൾ അതിനുള്ളൊരു സംവിധാനം ഉണ്ടല്ലോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിരിക്കും മ്യൂസിക് ഡയറക്ടർ മ്യൂസിക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ വിഷ്വലിനെ കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യും നമ്മുടെ എഴുത്തിൽ. അത് പരിമിതിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷേ അതിലധികം എനിക്ക് അനുഭവപ്പെട്ട ഒരു സാധ്യതയായിട്ടാണ്. അതും ഒരു സാധ്യതയാണ്. നമുക്ക് ചിലപ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് ഏകദേശം ഇതിനോട് എക്സാക്റ്റ് അതല്ല, ഇപ്പം ഇങ്ങനെ വരി ഷൂട്ട് ചെയ്യുന്ന രീതിയല്ലല്ലോ, അതിൽ നിന്ന് വരുന്നൊരു അപ്പോൾ ആ വിഷ്വൽ കണ്ട് നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ കൺമണിപ്പൂവേ എന്ന പാട്ട് ചെയ്യണ സമയത്ത് ഞാൻ ജെക്സ് ബിജോയുടെ സ്റ്റുഡിയോയിൽ പോയിട്ട് ഞാൻ അതിൻ്റെ വിഷ്വൽ കണ്ടിട്ടുണ്ട്. അപ്പം അത് ഇപ്പോൾ ധാരാളം നടക്കുന്നുണ്ട്. അതൊരു സാധ്യത തന്നെയാണ്. ഇതിനനുസരിച്ച് എഴുതുമ്പോൾ ശീലത്തിൻ്റെ കാര്യം എനിക്കറിയില്ല, അത് എനിക്കൊരു സാധ്യതയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതാണ് അടുത്തൊരു വഴി. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ ആ വിഷ്വലിനെ കൂടി, അപ്പോൾ പിന്നെ ഫർദർ ഒരു നരേഷൻ ആവശ്യമില്ല. എന്നാൽ പോലും വിഷ്വൽ കണ്ടാലും ഇങ്ങനെയൊക്കെയാണ് വിഷ്വൽ, പക്ഷേ എനിക്ക് വരി വേണ്ടത് ഇങ്ങനെയാണെന്ന് ഡയറക്ടേഴ്സ് പറയും. അപ്പോൾ അതും നമ്മൾ കേൾക്കും. അങ്ങനെ ഒരു രീതി. പിന്നെ ഇന്ന് തീരെ കുറവായിട്ടുള്ള, എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഏറ്റവും കുറവായിട്ടുള്ളത് ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് വരി എഴുതിയിട്ട് അതിന് ട്യൂൺ ചെയ്യലാണ്. അതും അപൂർവം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ വേറൊരു പ്രോസസ്സായിരിക്കും. ഇങ്ങനെ പല പല പ്രോസസ്സുകളാണ് പല പാട്ടെഴുത്തിലും നടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ അതുപോലെ ഇപ്പോൾ ചിലപ്പോൾ വിജയേട്ടനൊക്കെ എഴുതുമ്പോൾ വിജയേട്ടനൊക്കെ വേണ്ടിയിട്ട് പലപ്പോഴും വരി എഴുതിയിട്ട് അദ്ദേഹം ട്യൂൺ ചെയ്യുക, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എം ജയേന്ദ്രൻ സാറായിട്ട് വാതിൽക്കൽ വെള്ളരിപ്രാവൊക്കെ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം 4 വരിയുടെ പല്ലവി തന്നു. അത് ഞാൻ എഴുതി. അത് കഴിഞ്ഞിട്ട് ഞാൻ വരി എഴുതി.
എന്നിട്ട് അദ്ദേഹം ട്യൂൺ ചെയ്തു. പിന്നെ അതിൻ്റെ ഒരു കഷ്ണം അദ്ദേഹം ട്യൂൺ തന്നു, ഞാൻ എഴുതി, വീണ്ടും ഞാൻ എഴുതി. അങ്ങനെ ഈ എഴുത്തും അങ്ങനെയും നടക്കാറുണ്ട്. അപ്പോൾ പല പ്രോസസ്സായിട്ടാണ് പലതും നടക്കുക. എൻഡ് ഓഫ് ദ ഡേ ഇതെല്ലാം കൂടിയിട്ടുള്ളൊരു സിങ്ക് ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു പക്ഷേ ഒരു പാട്ടെഴുത്തുകാരനോട് ചോദിച്ച ഒരു സിറ്റുവേഷൻ തന്ന് ഒരു ബാരിയറും ഇല്ലാതെ വരി എഴുതുന്നതായിരിക്കും അയാൾക്ക് ഏറ്റവും സുഖം. ഒരു താളം പറഞ്ഞാൽ അതിന് വരി എഴുതാം. പക്ഷേ നമ്മൾ നമ്മളെ തന്നെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരെ മറിച്ച് ഈണത്തിന് എഴുതി ശീലിച്ചു കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞ പോലെ, ഇപ്പം ജീവാംശം എന്ന് പറയുന്ന വാക്ക്, ലൈലാകമ എന്ന് പറയുന്ന വാക്ക്, ആ ഈണം ഉള്ളത് കൊണ്ട് എനിക്ക് കിട്ടിയതാണ്. ആ ഈണം അങ്ങനെ വന്നതുകൊണ്ടാണ് എനിക്കത് കിട്ടുന്നത്. ആ ഈണത്തിലുള്ളൊരു ഇത് പിടിച്ചിട്ടൊക്കെ ആയിരിക്കും. ഒരു പക്ഷേ ഈണമില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ എഴുതുമായിരുന്നില്ല, വേറെ എന്തെങ്കിലും രീതിയിലായിരിക്കും അതിനെ കൺസീവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വിചാരിക്കാത്ത, നമ്മുടെ ഒരു പെർസെപ്ഷനിൽ ഇല്ലാത്തൊരു ഒരു സാധനം നമുക്ക് ഈണത്തിലൂടെ കിട്ടും. അപ്പം അതും ഒരു അഡ്വാൻറ്റേജാണ്. ടൈം കൺസ്ട്രെയിൻ ഉണ്ടാവും. തീർച്ചയായിട്ടും സിനിമയുടെ ഏത് പ്രോസസ്സിനും സമയബന്ധിതമായിരിക്കും. സമയബന്ധിതം ആയിട്ട് എഴുതാൻ നമ്മൾ ശീലിക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്കിതൊരു പരിമിതിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാണ് നമ്മളിപ്പം ഇവിടെ നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഇത്രയാണ് നമ്മുടെ ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹം അതിനനുസരിച്ചാണ് ക്യാമറ വയ്ക്കുന്നത്, നമ്മളതിനനുസരിച്ചാണ് ഇരിക്കുന്നത്. അത് ചിലപ്പോൾ ബ്യൂട്ടി ആയിട്ട് മാറുകയും ചെയ്യും. ചില പരിമിതികൾ നമുക്കൊരു സൗന്ദര്യമായിട്ട് മാറില്ല. അപ്പോൾ ഇതാണ് പരിമിതി, ഇതാണ് എന്നുള്ളൊരു ബോധ്യമുണ്ടെങ്കിൽ ഞാനതിനെ ലിമിറ്റേഷൻ എന്നുള്ള തോട്ടിൽ വെക്കാറില്ല. അതിൻ്റെ ഒരു ചാലഞ്ചായിട്ട് ഇത്ര സമയത്തിനെടുക്കുക, ഇവർ പറയണത് ചെയ്യുക എന്നുള്ളത് ഞാനതിനെ ഒരിക്കലും ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. ഒരു പാട്ടിൻ്റെ ഒരു ഈണം കിട്ടുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ്, ആദ്യം നമ്മൾ പാട്ട് എഴുതുന്ന പോലത്തെ ഒരു എക്സൈറ്റ്മെൻറ്റോ ഒരു പേടിയോ ഇതെങ്ങനെ വരും എന്നുള്ളൊരു ഭയം ഓരോ സമയത്തും ഉണ്ടാവാറുണ്ട്. അതൊരു സുഖമാണ്. ആ ഒരു പാഷനിലാണ് അത് ചെയ്യുന്നത്, അതിനൊക്കെ അപ്പുറത്ത്. അപ്പോൾ അതുകൊണ്ട് എനിക്കതിനൊരു ലിമിറ്റേഷനായിട്ടൊന്നും തോന്നാറില്ല. ഒരു പക്ഷേ നമ്മളൊരു ഈണത്തിന് എഴുതിയിട്ട് ചിലപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് വന്നിട്ട് നമ്മളെ വിട്ടിട്ട് എഴുതണം എന്ന് പറയുമ്പോഴായിരിക്കും നമുക്ക് ഈ വളയമില്ലാതെ ചാടാനാവും ചിലപ്പോൾ ബുദ്ധിമുട്ട്. അങ്ങനെയും വരാം, അങ്ങനെ ഉണ്ടെന്നല്ല. എനിക്കതൊരു പരിമിതിയായിട്ട് തോന്നിയിട്ടില്ല. നമ്മൾ എഴുതുന്ന വാക്ക് ചിത്രമാവുന്നതിനപ്പുറം തന്നെ ഒരു സ്വരമായിട്ട് കേൾക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ ജയേട്ടനൊക്കെ എഴുതി ഓലഞ്ഞാലി ആദ്യമായിട്ട് ഹിറ്റായ പാട്ടാണ്. ജയേട്ടൻ പാടിയത് കേട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു മുറിയിൽ ഇരുന്നിട്ട്. അത് വല്ലാത്ത എക്സ്പീരിയൻസാണ് നമുക്ക്. ചിത്രമാവുമ്പോൾ അതിലും സുന്ദരമായിട്ടുള്ള അത് നമ്മൾ കാണുകയല്ലേ. പിന്നെ ചിലത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ചിത്രം നമ്മൾ കാണുന്നുണ്ട്, അതിനനുസരിച്ചാണ് നമ്മൾ എഴുതുന്നുണ്ട്. അത് എങ്ങനെ ചിത്രമാവുന്നെന്ന് ഞാൻ അത് എങ്ങനെ ചിത്രീകരിക്കപ്പെടുന്നു ഞാൻ ചിന്തിക്കാറില്ല. ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം എൻ്റെ ആ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് ആ ട്യൂണ് ഒരു മ്യൂസിക് ഡയറക്ടർ തന്ന ഈണം താഴ്ന്നു പോകാതെ, അല്ലെങ്കിൽ ഡയറക്ടർ തന്നത് പരമാവധി ചോർന്നു പോകാതെ അതിനെ എത്തിക്കുക എന്നുള്ളതാണ് ഞാനതിനൊരു ലക്ഷ്യം വയ്ക്കുന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെ അതും എങ്ങനെ ചിത്രീകരിക്കപ്പെടുന്നെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. അവരെ സാറ്റിസ്ഫൈ ചെയ്ത് അവർ നമ്മളെ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരുദ്ദേശിക്കുന്ന രീതിയിലേക്ക് നമ്മളെത്തുക എന്നുള്ള ചിന്ത മാത്രമാണ് ആ സമയത്ത് ഉണ്ടാവാറ്. അതതിൻ്റെ ഒരു ഭാഗമാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും ബോധേഡല്ല. എന്നെ ഏൽപ്പിച്ചൊരു ദൗത്യം പൂർണ്ണമാക്കുക. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഈണം ഞാൻ പലതവണ കേൾക്കാറുണ്ട്. അത് കഴിഞ്ഞ് അത് ചെയ്ത് നമ്മളെഴുതി അതും വീണ്ടും കേട്ട് ഒരു ഫൈനൽ പ്രോഡക്റ്റ് വന്നിട്ട് അവർ രണ്ടുപേരും സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് അയച്ചു തരില്ലേ, അത് പിന്നെ ഞാൻ ഒരു തവണയേ കേൾക്കാറുള്ളൂ. പിന്നെ എനിക്ക് ആ പാട്ട് അതിനോടൊരു ഇഷ്ടക്കുറവല്ല, പിന്നെ ആ ലോക്കിൽ നിന്ന് പുറത്ത് കിടക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കാറ്, അടുത്ത ഇതിലേക്ക് പോവുക എന്നുള്ളത്. അതെൻ്റെ ഒരു കോൺഫിഡൻസ് ലെവലിൻ്റെ പ്രശ്നമായിരിക്കാമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നീട് അതിനെപ്പറ്റി കൂടുതൽ അതെങ്ങനെ ചിത്രീകരിക്കപ്പെട്ടു, അതിലെന്ത് വന്നു, അങ്ങനെ ഒന്നും ഞാൻ ബോധേഡല്ല. അത് തെറ്റായ കാര്യമാണോ ശരിയായ കാര്യമാണോ എന്നറിയില്ല. ഒരു പാട്ടെഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് അത് ഫൈനലൈസ് ചെയ്യുന്നിടത്ത് എൻ്റെ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഓൾവേസ് ഡയറക്ടർ ഈസ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ അദ്ദേഹം ഏൽപ്പിച്ചൊരു ചുമതല എൻ്റെ ഇതായി.
ഇനി അപ്പുറത്തേക്ക് ഞാൻ ചിന്തിക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു, ഞാൻ അങ്ങനെ ഒന്ന് എടുത്തിട്ടാണ് പോകുന്നത്. അത് അപ്പോൾ അത് കഴിഞ്ഞ് ആ പാട്ട് വന്ന് ഫൈനൽ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അധികം ആ പാട്ടിലേക്ക് അങ്ങനെ പോകാറില്ല. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത പാട്ടിലേക്ക് പോവുക. മാത്രമല്ല നമ്മളൊരു ഈ അറിയുക അല്ലെങ്കിൽ അറിവിൽ നിന്നുള്ള മോചനം എന്നൊക്കെ പറഞ്ഞ പോലെ ലേൺ ചെയ്യണതിൻ്റെ ഒപ്പം മറക്കാനും നമ്മൾ ശീലിക്കണല്ലോ. അല്ലെങ്കിൽ ഇതിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പാട്ട് എഴുതാൻ പറ്റില്ല. എൻ്റെ ഒരു പ്രോബ്ലമാണ്. നമ്മൾ അതിൻ്റെ ഒരു ഹാങ് ഓവർ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ട്യൂണിലേക്ക് കടക്കുക എന്നുള്ളതാണ് ചിന്തിക്കാറ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഉണ്ടാവില്ലേ. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഞങ്ങളുടെ നീറ നമുക്ക് വേണ്ട. നമ്മളിപ്പോൾ ഒരു പഴയ പാട്ട് ഏതെങ്കിലും ഒരു, ഇപ്പോൾ ഭാസ്കരൻ മാഷ്, ബാബുരാജ്, അല്ലെങ്കിൽ വയലാർ ദേവരാജൻ, ഒ എൻ വി സാറിൻ്റെ, ശ്രീകുമാരൻ നമ്പി, ദക്ഷിണാമൂർത്തി, ഈ കൂട്ടുകെട്ടിൽ നമുക്ക് എത്രയോ പാട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ പറയാൻ പറ്റും ഇല്ലേ? ഈ പാട്ടിൻ്റെ വിഷ്വൽ നമുക്ക് ഓർമ്മയുണ്ടാവുമോ? ഉണ്ടാവില്ല. ഏത് സിനിമയാണെന്ന് പോലും അതങ്ങനെ റെഡി റെക്കനറായിട്ട് സൂക്ഷിക്കുന്നവർക്ക് ഉണ്ടാവും. പക്ഷെ ഈ പാട്ട് നമുക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. അതിനർത്ഥം ആ പാട്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് അതിജീവിക്കുന്നുണ്ട് എന്നുള്ളതാണല്ലോ. ചിലപ്പോൾ സിനിമയ്ക്കും ഇതിനൊക്കെ അപ്പുറത്ത് തിരിച്ചും ഉണ്ടാവും കേട്ടോ. എന്നാലും അങ്ങനെ അതിജീവിക്കുന്ന പാട്ടുകളുണ്ട്. അത് ഞങ്ങളുടെ ജനറേഷൻ്റെ അനുഭവം അതിനെടുക്കണ്ട. അതിന് തൊട്ട് മുമ്പത്തെ അല്ലെങ്കിൽ മുമ്പത്തെയൊക്കെ പാട്ടുകൾ നമ്മളിപ്പോഴും നമ്മൾ ഓരോ പാട്ട്, ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പാട്ട് നമ്മൾ പഴയൊരു പാട്ട് നമ്മൾ പാടുമ്പോൾ നമുക്കത് ഏത് ഇതാണ്, അതിലെ വിഷ്വൽ എന്താണെന്ന് ഓർമ്മ ഉണ്ടാവില്ല. പാട്ട് നമ്മുടെ ഉള്ളിൽ ഒക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നത് പാട്ട് ഇതിനെയൊക്കെ അതിജീവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്, ഇതിനെയൊക്കെ അപ്പുറത്തേക്ക്. സിനിമയിലെ ഭാഷ എനിക്ക് ഒരു ഇഷ്ടപ്പെട്ടൊരു വിഷയമാണ്. ഇപ്പോൾ ഒരു പാട്ടിൻ്റെ ഭാഷ അത് പലപ്പോഴും ഇപ്പോൾ പല രീതിയിൽ എഴുതാനുള്ളൊരു സാധ്യത ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ അതിലേക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് തൃശ്ശൂർ ഭാഷയിൽ പാട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാക്കടാവേ എന്ന് പറയുന്നൊരു അപ്പോൾ അത് ആ തോമസ് സെബാസ്റ്റ്യൻ ആൻഡ് ഡയറക്ടർ, അതുപോലെ തന്നെ നമ്മുടെ ഇവരൊക്കെ അതിൻ്റെ ഗോപി സുന്ദർ ഇവരൊക്കെ തന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു, അല്ല ജമുന പേരിയുടെയാണ് അത്, അരുണാണ് അതിൻ്റെ ഡയറക്ടർ, ഞാൻ തെറ്റി പറഞ്ഞതാണ്. കോഴിക്കോട് പാട്ടിൻ്റെയാണ് തോമസ് സെബാസ്റ്റ്യൻ. അവർ കോഴിക്കോട് പാട്ടിൻ്റെയും ഈ തൃശ്ശൂർ പാട്ടിൻ്റെയും ആ ലാംഗ്വേജിലാണ്. അപ്പോൾ എനിക്ക് ഈ തൃശ്ശൂർ പാട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രാങ്കോ ചേട്ടനാണ് അത് പാടിയത്, ഗോപി ചേട്ടൻ, ഞങ്ങൾക്കൊക്കെ തൃശ്ശൂർ ബേസ് ഉള്ളവരാണ്. അപ്പോൾ ഈ പാട്ട് ഒരിക്കലും എഴുതി കൊടുക്കുകയല്ല ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടാക്കടാവേ എന്തുകൊണ്ടത് എന്ന് പറയുന്ന നമ്മുടെ ഒരു ആ വാക്കുകൾക്കൊക്കെ ഒരു വളവും തിരിവും ഒക്കെ അക്ഷരങ്ങൾക്കുണ്ട്. ഇതൊരാൾക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് പറഞ്ഞു കൊടുത്തു. ആമുട്ടാ പൊട്ടി, മേപ്പട്ടാ പൊന്തി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ജാതി ഗഡിയ എന്നൊക്കെ പറയണത് അത് മനസ്സിലാവുന്ന ഒരാളാണ് ഫ്രാങ്കോട്ടൻ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് ആ ട്യൂണിൽ ഫ്രാങ്കോട്ടൻ തൃശ്ശൂരായിട്ട് പാടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരി പറയുക ചെയ്തിരുന്നത്. അങ്ങനെയാണ് അതിൻ്റെ റെക്കോർഡിങ് സമയത്തും ഉണ്ടായിരുന്നത്. കോഴിക്കോട് പാട്ടിലും ഞാൻ കുറേ ആളുകളെ ഇതാക്കിയിട്ട്, അഭയാണ് അത് പാടിയത്. അപ്പോൾ കോഴിക്കോട് സ്ലാങ് അഭയ ഹിരൺമയാണ് പാടിയത്. അപ്പോൾ കോഴിക്കോട് സ്ലാങ് ഞാൻ ചോദിച്ചറിഞ്ഞു. പിന്നെ റംഷി എന്ന് പറയുന്ന സിംഗറൊക്കെ അവിടെ ഉണ്ടായിരുന്നു കോഴിക്കോട് സ്ലാങ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു നമുക്കും പരിചയം ഉണ്ടാവുമല്ലോ കോഴിക്കോട്. അതുപോലെ സംസ്കൃതത്തിൽ ഇപ്പോൾ എബ്രിഡ് ഷൈൻ്റെ സിനിമയിലൊക്കെ സംസ്കൃതത്തിൽ ഞാൻ ആക്ഷൻ ഹീറോ ബിജോയിലൊക്കെ പാട്ട് എഴുതിയിട്ടുണ്ട്, സംസ്കൃതം യൂസ് ചെയ്തിട്ട്, ജെറി അമൽദേവ് സാറിന് വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ ഈ ലോക എന്ന് പറയുന്ന സിനിമയിൽ ജെയ്ക്സ് ബിജോയോടൊപ്പം ഞങ്ങൾ ചെയ്യുമ്പോൾ ജെയ്ക്സ് ബായി തന്നെയാണ് അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിട്ട് മലയാളം പോലെ മലയാളമാണെന്ന് തോന്നുന്ന ഒരു ഫോക്ക് ഭാഷ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഇപ്പോഴത്തെ ഗോത്ര, വെള്ളക്കുറുമറ, പണിയർ, കുറിച്യർ തുടങ്ങിയിട്ടുള്ള 6 വിഭാഗങ്ങളിലുള്ള ഭാഷകൾ എടുത്തിട്ട്, വാക്കുകൾ എടുത്തിട്ട്, അത് പലരിൽ നിന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിഘണ്ടുകളിൽ നിന്നൊക്കെ എടുത്തിട്ട് ആ വാക്കുകൾ എടുത്തിട്ട് ഞാൻ ട്യൂണിനനുസരിച്ച് എഴുതി. അപ്പം മലയാളം ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ. കാരണം ചില വേർബലൊന്നും നമുക്കറിയില്ല, നമ്മൾ വളരെ പരിമിതശേഷരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതൊരു ശ്രമം മാത്രമാണ്. അപ്പം അങ്ങനെ മലയാളം കൂട്ടിച്ചേർത്ത്, അപ്പം അതിനൊരു പേര് വേണമെന്ന് ജെക്സ് ബായി പറഞ്ഞപ്പോൾ ഞാൻ മൊഴിക എന്നാണ് ഇട്ടത്. മൊഴി എന്ന് പറഞ്ഞാൽ വാമൊഴി, ഗ എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്നത്, മൊഴിയിലൂടെ സഞ്ചരിക്കുന്നത്. അതിന് പലതിനും ലിപിയില്ല. അതുകൊണ്ട് അപ്പം അങ്ങനെ ഒരു ശ്രമം നടത്തി. എനിക്കും സന്തോഷമായി. കാരണം
നമ്മളൊരു പാട്ട് എഴുതുന്നത് ചിലപ്പോൾ 1 ദിവസം 2 ദിവസം 3 ദിവസം കൊണ്ടായിരിക്കും. ഇതൊരു പാട്ടിന് വേണ്ടിയിട്ട് 2 ആഴ്ച റിസർച്ച് ചെയ്യുക, വാക്കുകളെ കണ്ടെത്തുക, ആ വാക്കുകളിൽ നിന്ന് സൗണ്ടിങ് ഉള്ള വാക്കുകളെ തിരഞ്ഞെടുക്കുക, അത് കഴിഞ്ഞിട്ട് ഈണത്തിനനുസരിച്ച് അതിനെ ചിട്ടപ്പെടുത്തുക, ഒരാശയവും വെച്ചിട്ട് അങ്ങനെയുള്ളൊരു പ്രോസസ്സ് ഉണ്ടായിരുന്നു ലോകയിലെ പാട്ട് എഴുതുമ്പോൾ. അപ്പം ഇത്തരത്തിലൊക്കെ ഇതൊക്കെ വളരെ ചെറുതാണ് കേട്ടോ, ഞാനൊരു വലിയ കാര്യമായിട്ട് പറയുന്നില്ല. ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസസിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതിന് കാരണം ഒരു പക്ഷേ ആ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ്, ഇത്തരം ചലഞ്ചസ് നമുക്ക് വരുന്നത് കൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലിറിക് റൈറ്റിങ്ങിലേ അപ്പോൾ ഞാൻ എൻ്റെ വഴി പിന്തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് എൻ്റെ ചെറിയച്ഛന്മാർ ഒരു പക്ഷേ ഈ 3 വയസ്സൊക്കെ തൊട്ട് തന്നെ 3-4 വയസ്സുള്ള തൊട്ട് അവർക്കിഷ്ടപ്പെട്ട നമ്മുടെ വീട്ടിലൊരു കുട്ടികളുണ്ടാകുമ്പോൾ നമ്മളിപ്പോൾ ക്രിക്കറ്റ് കളിക്കണവരാണെന്ന് വെച്ചാൽ അവരെ ക്രിക്കറ്റ് കളിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, ശരിയാണെന്നല്ല. അന്ന് എന്നെ അവർ ഈ ശ്ലോകങ്ങൾ പഠിപ്പിച്ചിരുന്നു. ഈ അക്ഷര ശ്ലോകം ചൊല്ലുന്നുണ്ട്. ഞാൻ ചെല്ലാൻ ചെറുപ്പത്തിലൊക്കെ പോയിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് ശ്ലോകങ്ങൾ എനിക്ക് ബൈ ഹാർട്ടായിട്ടുണ്ട്. ഈ ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക മീറ്ററിൽ ഇങ്ങനെ വാക്കുകളെ അടക്കി വെക്കലല്ലേ. അപ്പോൾ അങ്ങനെ ഒരു വാക്കുകളുടെ സ്വാധീനമുണ്ട്. കുറച്ച് കാലം ഞാൻ മൃദംഗം പഠിച്ചിരുന്നു. അപ്പോൾ ഈ റിത്തമിക് ഇൻസ്ട്രുമെൻസിനോട് ഒരു താല്പര്യമുണ്ട്. ഇത് രണ്ടും എനിക്ക് തോന്നുന്നു പിന്നീടുള്ള ഈ ഒരു പാട്ടെഴുത്ത് ജീവിതത്തിലേക്ക് ഒരു ട്യൂണിപ്പോൾ താന താന തന തനന നാന നന താന താന തന താനന എന്നാണ് തരുന്നത്. അപ്പം അതിനൊരു മീറ്ററുണ്ട്, ഒരു താളമുണ്ട്. ഇത് പിടിക്കാൻ ഈ പറയുന്ന ഈ താളത്തിൻ്റെ വഴിയിൽ സഞ്ചരിച്ചത് കുറച്ച് സഹായമായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. പ്ലസ് ഈ വാക്കുകളോടുള്ളൊരു ബന്ധവും. പിന്നെ പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഈ വാക്ക് റീപ്ലേസ് ചെയ്യാനൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഡയറക്ടേഴ്സ് വരും. അവർക്ക് മ്യൂസിക് ഡയറക്ടറാണെങ്കിൽ ആ സൗണ്ടിങ് ഓക്കെ അല്ല, വേറൊരു ഭാഷ അല്ലെങ്കിൽ ആ ഡയലക്റ്റ് അല്ല വേണ്ടതെന്ന് ഡയറക്ടർ പറയുമ്പോൾ അപ്പോൾ അതൊക്കെ മാറ്റാൻ ഇത് കുറച്ച് സഹായിച്ചിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. അതായിരിക്കും ഉദ്ദേശം എന്ന് തോന്നുന്നു. അങ്ങനെ ഒന്ന് സഹായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. അത് ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യമാണ്. ഈ എങ്ങനെയാണ് ഒരു പാട്ട് ജനങ്ങളിൽ തൊടുക എന്നുള്ളത് ഇപ്പോഴും എല്ലാവർക്കും അറിയണ്ടാവും എന്ന് തോന്നുന്നില്ല. അതങ്ങനെ ഇങ്ങോട്ട് സംഭവിക്കുന്ന ഒരു മാജിക്കാന്നാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ കുട്ടികൾക്കൊക്കെ ചുണ്ടിൽ നിൽക്കാൻ പറ്റിയായിരിക്കുമല്ലോ. നമ്മളിങ്ങനെ ഇപ്പോൾ ഒരു പാട്ടിങ്ങനെ വെറുതെ എന്തെങ്കിലും ചെയ്യുമ്പോഴും ഓർമ്മയിൽ അത് നമ്മുടെ കോൺഷ്യസ് അല്ലാതിരിക്കുമ്പോഴും നമുക്ക് വരികയും ചുണ്ടിലേക്ക് വരികയാണല്ലോ നിൽക്കുന്നത്. അപ്പോഴാണല്ലോ ഓർക്കാതെ നമുക്ക് പാടാൻ പറ്റുന്ന ഒരവസ്ഥ വരുന്നത്, വരികളായാലും വീണാണെങ്കിലും. അത് ചിലർ പറയും ചിലപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള പാട്ട് ആണെങ്കിലാവുന്നു. ഈ സിമ്പിളായിട്ടുള്ള പാട്ടുണ്ടാക്കലാണ് ഏറ്റവും ഡിഫിക്കൽട്ട്. അത് പോട്ടെ, അതല്ല ചിലപ്പോൾ കേട്ടാൽ നമുക്ക് ഡിഫിക്കൽട്ടാവുന്ന തോന്നുന്ന പാട്ടുകളും ആൾക്കാരുടെ ചുണ്ടിൽ നിൽക്കുന്നുണ്ട്. ഒരു മാജിക്കാണെന്ന് തോന്നുന്നു. ഈ ഹൃദയം തൊടുക, ശ്രോതാവിൻ്റെ കേൾക്കുന്നവൻ്റെ ഹൃദയം തൊടുക എന്നുള്ളതൊരു മാജിക്കാണ്. അത് എപ്പോഴും എല്ലാവർക്കും സംഭവം. അതിൻ്റെ ഒരു മാജിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളുണ്ടാക്കുന്ന എല്ലാ പാട്ടും അങ്ങനെ ഹൃദയം തൊടണമല്ലോ. അത് ഈ ഫോർമുല ഇപ്പോൾ സിനിമയ്ക്കൊക്കെ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ, ഈ ആർട്ടിനൊക്കെ. ഇപ്പോൾ സിനിമയ്ക്കൊരു വിജയ ഫോർമുല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ഫോർമുല കിട്ടിയിരുന്നെങ്കിൽ എല്ലാം ഇതിങ്ങനെ ചെയ്തു വല്ലോ. ഒരിക്കൽ ഇങ്ങനെ ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ലാത്ത ഡയറക്ടർ സിദ്ദിഖ് സാർ ഇങ്ങനെ പറയുമ്പോൾ പറഞ്ഞു, ഇതിലൊന്നും ഒരു ഫോർമുല ഇല്ല എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ ബ്യൂട്ടി. നമുക്കറിയില്ല എന്താണ് സംഭവിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ഒരുപാട് ഹിറ്റുകൾ ഉണ്ടാക്കി. അപ്പോൾ 2-3 ഹിറ്റ് തുടരെ വന്ന് അടുത്ത് ചെയ്യുമ്പോഴും നമുക്ക് ഭയമാണ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ സംഭവിക്കുന്നുള്ളത്. ഫോർമുല ഉണ്ടെങ്കിൽ പിന്നെ അതിലിങ്ങനെ ഇട്ട് പോയാൽ മതിയല്ലോ. ഇതിലൊന്നും ആർട്ടിനൊരു ഫോർമുല ഇല്ല. ആർട്ടിൽ ശരിയില്ല, തെറ്റില്ല. അതുതന്നെയാണല്ലോ അതിൻ്റെ സൗന്ദര്യം. മൂഡ് സ്വിങ്സ് ഒക്കെ ഉള്ള ആൾ തന്നെയാണ് ഞാൻ. പക്ഷേ ഞാൻ എഴുത്തിലത് അങ്ങനെ ശീലിച്ചത് കൊണ്ട് ഞാൻ എഴുതി വരുന്ന സമയത്ത് നമ്മൾ ചെറുപ്പമാണ്, നമുക്ക് എഴുതുക എന്നുള്ളതെല്ലാം കൊണ്ട് എനിക്ക് പലതിനെ ഓവർകം ചെയ്യാനുള്ളൊരു വഴിയായിരുന്നു എഴുതുക. അപ്പോൾ എപ്പോഴാണോ നമുക്ക് സോങ് കിട്ടുന്നത് അപ്പോൾ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ മോശമായിട്ട് നമ്മുടെ മാനസികാവസ്ഥ അത്ര നല്ലതല്ലെങ്കിൽ പോലും 100% കൊടുത്തുകൊണ്ട് എഴുതാൻ പറ്റിയിട്ടൊക്കെ ഉണ്ട് എനിക്ക്. ഒരു പക്ഷേ അതിനോടുള്ളൊരു പാഷൻ കൊണ്ടായിരിക്കാം. അത് അങ്ങനെ മൂഡ് സ്വിങ്സ് തന്നെ എഴുത്തിനെ ബാധിക്കാറില്ല. ഒരിക്കലുമില്ല. അങ്ങനെ ഒരിക്കലുമില്ല. ഞാനിങ്ങനെ പറയാറുണ്ട്, ചിലപ്പോൾ
ഒരു സിനിമ നമ്മുടെ തൃശ്ശൂർ ശോഭാ മോളിൻ്റെ ഒരു അവിടുത്തെ ടോയ്ലറ്റിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് ഒരു എമർജൻസി സിറ്റുവേഷനിൽ പാട്ട് എഴുതി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ബസ്സിൽ വെച്ച് പാട്ട് എഴുതേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പല രീതിയിലും എനിക്ക് അങ്ങനെ ഒരു ഇന്ന സ്ഥലത്തിരിക്കണമെന്ന് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പോൾ ഈ അപ്പോൾ എനിക്ക് തോന്നുന്നു രഞ്ജിൻ രാജായിട്ട് ഒരു സിനിമ സുമതി വളവ് എന്ന് പറയുന്ന സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അവിടെ കുറച്ചപ്പുറത്തായിരുന്നു ഷൂട്ടിംഗ്. ആ ലൊക്കേഷൻ്റെ ഇപ്പുറത്ത് ആ കലിങ്കിലിരുന്നിട്ട് ഞങ്ങളൊരു പാട്ട് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സന്തോഷ് വർമ്മ ഉണ്ടായിരുന്നു, സന്തോഷ് ഏട്ടനും ഉണ്ടായിരുന്നു. അവരും ഒരു പാട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മളെയൊക്കെ ഡ്രൈവ് ചെയ്യുന്നത് ഒരു പരിധിവരെ സാഹചര്യം ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എവിടെ ഇരുന്നും അങ്ങനെ ഇല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല. ഇതിപ്പോൾ നല്ല രീതി ചീത്ത രീതി എന്ന് നമ്മളതിനെ എടുക്കേണ്ടെന്ന് തോന്നുന്നു. പാട്ടിൻ്റെ അല്ല, എല്ലാറ്റിൻ്റെയും ഭാവുകത്വം മാറുന്നുണ്ട്. ഈ ഭാവുകത്വം പെട്ടെന്ന് തന്നെ മാറുന്നുണ്ട്. റാപ്പ് സോങ്സ് വരുന്നു. ഇപ്പോൾ വേടൻ പുരസ്കാരം നേടിയ സമയത്താണ് നമ്മൾ സംസാരിക്കുന്നത്. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം എന്നുള്ളത് പോയറ്റിക്കലാണ്, റിഥമിക്കാണ്, പവർഫുള്ളാണ്, അതിനൊരു മെസ്സേജും ഉണ്ട്. അപ്പം അത്തരത്തിൽ ഈ റിഥം ആൻഡ് പോയട്രി എന്നാണ് റാപ്പെന്ന് ഞാൻ പറഞ്ഞു കേൾക്കുന്നു. തെറ്റാണെന്ന് എനിക്കറിയില്ല, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള പുതിയ പുതിയ സങ്കേതങ്ങളും പുതിയ പുതിയ ഭാവുകത്വങ്ങളും ഇപ്പോൾ പല പല വാക്കുകൾ, ഇപ്പോൾ ജാതിക്കത്തോട്ടം എജ്ജാതി നിൻ്റെ നോട്ടം എന്ന് സുഹൈൽ എഴുതുമ്പോൾ, ഓള മെലഡി എന്ന് മൊഹസിൻ പരാരി എഴുതുമ്പോൾ ഒക്കെ, ഇപ്പോൾ വൈശാഖിൻ്റെ പാട്ടിൽ ആടലോടകം എന്നുള്ളത് വരുമ്പോൾ, അല്ലെങ്കിൽ കുടുക്ക് പൊട്ടിയ കുപ്പായം എന്ന് മഞ്ഞു, ഇത്തരത്തിലുള്ള പുതിയ പുതിയ ഭാവുകത്വങ്ങൾ വരുന്നുണ്ട്. പുതിയ പുതിയ ഭാഷകൾ, പുതിയ പുതിയ പ്രയോഗങ്ങൾ. ഇപ്പം നമ്മുടെ കേരളം തന്നെ വളരെ ഡിഫറൻ്റാണ്. ഇപ്പോൾ കാസർഗോഡ് ഭാഷ വരുന്നു, പാട്ടുകളിൽ വരുന്നു, സിനിമയിൽ വരുന്നു, തിരുവനന്തപുരം ഭാഷ വരുന്നു, പാലക്കാടൻ ഭാഷ വരുന്നു, തൃശ്ശൂർ ഭാഷ വരുന്നു. ഇത്തരം റീജിയണൽ ഭാഷകളൊക്കെ മുഖ്യധാരയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇതിൽ OTTയും സോഷ്യൽ മീഡിയയൊക്കെ ധാരാളം സഹായിച്ചിട്ടുണ്ടാവുന്നതാണ് നമ്മളെയൊക്കെ. അതൊരു വളരെ നല്ല കാര്യമല്ലേ. എനിക്ക് അത്തരം, ഉറപ്പായിട്ടും ഇതിനൊക്കെ വേറൊരു വശം ഉണ്ടാവും സോഷ്യൽ മീഡിയക്കൊക്കെ, എങ്കിൽ പോലും ഇത്തരത്തിലുള്ളൊരു വളർച്ച നമ്മളെ കുറേ കൂടി ഈ പാട്ടിന് ഇതിനെയൊക്കെ സഹായിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ പറഞ്ഞത് ഒരിക്കലും എൻ്റെ പ്രചോദനമല്ല. ഞാൻ ഒരിക്കലും ഒരു പാട്ടെഴുത്തുകാരനാവണം എന്ന് എൻ്റെ വൈൽഡായിട്ടുള്ള സ്വപ്നത്തിൽ പോലും ആഗ്രഹിക്കാത്ത ഒരാളാണ്. കവിത എഴുതണമെന്ന് ആഗ്രഹിച്ചു. ചില കവിതകളൊക്കെ മാഗസിനിൽ വന്നിരുന്നു. അങ്ങനെ യാദൃശ്യമായിട്ട് എൻ്റെ നാട് കുന്നംകുളത്ത്, അവിടെ എട്ടിമാണി ഹോസ്പിറ്റലിൻ്റെ ക്യാൻറ്റീനിൽ ഒരു ഉണ്ണി നമ്പ്യാർ എന്ന് പറയുന്നൊരു സംഗീത സംവിധായകൻ, അതിൻ്റെ പ്രോഗ്രാമിംഗ് ചെയ്ത ഉദയ് കള്ളാട്ട് എന്ന് പറഞ്ഞ ഉദയേട്ടനും ഒക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇവരുടെ സുഹൃത്തും എൻ്റെയും സുഹൃത്തും ഗിറ്റാറിസ്റ്റും ഒക്കെ ആയിട്ടുള്ള രാജേഷ് എന്നെ കൊണ്ടുപോയി. ആ കൂട്ടത്തിൽ ഇട്ടിമാണി ഹോസ്പിറ്റലിൻ്റെ ക്യാൻറ്റീനിൽ ഇരുന്നിട്ടുള്ളൊരു ഇതിൽ, അപ്പോൾ അവർക്കൊരു പാട്ട് വേണമായിരുന്നു. പെട്ടെന്ന് ലിറിസിസ്റ്റ് അവൈലബിൾ ആയില്ല. അപ്പോൾ എന്നോട് എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഒരു പാട്ട് എഴുതി. പിന്നെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് അത് എഴുതി കഴിഞ്ഞ് പിന്നെ വീണ്ടും ആ ആൽബത്തിലൊരു 4 പാട്ട് എഴുതി. അത് കഴിഞ്ഞ് വേറൊരു കമലൻ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറുടെ, നമ്മുടെ ഒരു കോമൺ ഫ്രണ്ട്, അയാളുടെ ആൽബത്തിൽ പാട്ട് എഴുതി. അപ്പോൾ ഈ ഈണത്തിന് എഴുതുക എന്ന് പറയുന്നത് ഒരു ചെറിയ രസം പിടിച്ചു. പിന്നെ ഈ ഉണ്ണി എന്ന് പറയുന്ന സുഹൃത്ത്, അന്ന് ഞങ്ങൾക്ക് 2 പേർക്കും അങ്ങനെ വലിയ വർക്കുകളൊന്നുമില്ല. അപ്പോൾ അയാൾ ഒരു ട്യൂൺ വെറുതെ പറയും, ഞാൻ ഇതിന് എന്തെങ്കിലും ഒരു പല്ലവിക്ക് എഴുതി കൊടുക്കും. അതങ്ങനെ ദിവസവും ഒരു പ്രോസസ്സ്, ഒരു എക്സർസൈസ് പോലെ വേറെ അങ്ങനെ ബോധപൂർവമല്ല, ഒരു തമാശയ്ക്ക്. അപ്പോൾ ഫോൺ വയ്ക്കുക, എന്നിട്ട് അയാൾ പറയുമ്പോൾ നമ്മൾ എഴുതുക, ഫോൺ വയ്ക്കാതെ, അങ്ങനെയൊക്കെയുള്ള ചില എക്സർസൈസുകളൊക്കെ. അതൊരു പാട്ട് എഴുതാൻ വേണ്ടിയിട്ടുള്ള എക്സർസൈസ് ആയിരുന്നില്ല കേട്ടോ, നേരെ പോവാതിരി ഒഴിവാണ്. അപ്പം അങ്ങനെ ഈണത്തിന് എഴുതുക എന്ന് പറയുന്നത് ഒരു ഇഷ്ടമായി. അങ്ങനെയാണ് ഇപ്പോൾ എന്നോടൊപ്പം ഇല്ലാത്ത, ഒരുപക്ഷെ ഞാൻ സിനിമയിൽ വരാൻ ഏറ്റവും കാരണക്കാരനായിട്ടുള്ള ജയൻ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത്, ബി ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. ഉണ്ണിസാറിനെ പരിചയപ്പെടുത്തി ഇത് ത്രില്ലർ എന്ന് പറയുന്ന സിനിമയിൽ പാട്ട് തരുന്നത്. അങ്ങനെ ഉണ്ണിസാറിനോട് ഈണത്തിന് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സിറ്റുവേഷൻ പറഞ്ഞു തന്നു, ഈണം തന്നു, ഞാൻ എഴുതി.
അത് സാറിന് ഓക്കെ ആയി, അങ്ങനെയാണ് അതിൽ വരുന്നത്. അങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ മുന്നോട്ട് പോയാലോ എന്നൊരാഗ്രഹം ഉണ്ടായി. പിന്നെയും കുറച്ച് സമയം കഴിഞ്ഞാണ് ഇങ്ങനെ ഓലഞ്ഞാലിക്കുരുവിയൊക്കെ വരുന്നത്. അതോടുകൂടി സജീവമായി. അപ്പോൾ അതൊരിക്കലും ഇത് വന്ന് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്കത് കൊള്ളാമെന്ന് തോന്നി. പക്ഷെ ആദ്യമൊന്നും എൻ്റെ ഒരു സ്വപ്നത്തിൽ അങ്ങനെ ഒരു പാട്ടെഴുത്തുകാരനാവുക എന്നുള്ളതൊന്നും അങ്ങനെ ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക്. കാരണം നമ്മളൊരു ഈണം തരുമ്പോൾ അതിനെ പൂർണ്ണമാക്കുന്ന രീതിയിൽ എഴുതി കൊടുക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ ഏത് മ്യൂസിക് ഡയറക്ടർ എത്ര പാട്ട് എടുത്തു കഴിഞ്ഞാലും അത് ഏത് മ്യൂസിക് ഡയറക്ടർ ആയാലും ഈണമാണല്ലോ നമ്മളെ ഈ വീരേന്ദ്ര സേവാഗ് പറഞ്ഞ പോലെ പന്താണല്ലോ നമ്മൾ കാണുന്നത്, ബൗളറേ അല്ല എന്ന് പറഞ്ഞ പോലെ. പക്ഷേ ഞാൻ പെരുമാറിയിട്ടുള്ള എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും സീനിയേഴ്സ് ആവട്ടെ ജൂനിയേഴ്സ് ആവട്ടെ വളരെ കോഡിയലായിട്ടാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ സൗഹൃദം എല്ലാവരുമായിട്ടുണ്ട്. അപ്പോൾ ആ ഈണമാണ് മുന്നിലേക്ക് എത്താറ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നയാളുടെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളതിൽ ഇപ്പോൾ സൗഹൃദങ്ങൾ പല അളവിലായിരിക്കും ഓരോ വ്യക്തികളായിട്ട്. പക്ഷെ വർക്ക് ചെയ്യുമ്പോൾ നമ്മളത് സൗഹൃദമല്ലല്ലോ പ്രധാന, വർക്ക് തന്നെയല്ലേ പ്രധാനം. അങ്ങനെയാണ് എനിക്ക് തോന്നാറ് കേട്ടോ. ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴൊക്കെ എന്താണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മൾ എഴുതി കൊടുത്തു, പാടുന്നവരായിരിക്കും മ്യൂസിക് ഡയറക്ടേഴ്സ്, അവരൊരു ട്രാക്ക് പാടി അയക്കും. അപ്പോൾ അവർക്കൊരു ധാരണ ഉണ്ടാവുമല്ലോ. പിന്നെ അവർ പോയിട്ട് റെക്കോർഡ് ചെയ്യാണ്. ഞാൻ അങ്ങനെ റെക്കോർഡിങ്ങിൽ അങ്ങനെ അത് അറ്റൻഡ് ചെയ്യാറില്ല. ഇപ്പോൾ ഒരു തിരുത്തി വരികളുടെ ഡിക്ഷൻ്റെ കാര്യമൊക്കെ മ്യൂസിക് ഡയറക്ടർ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ആ മ്യൂസിക് ഡയറക്ടർ ഒരു ഇതുപോലെയാണ്, നമ്മൾ ചെന്നിരിക്കേണ്ടെന്നല്ല. ഞാൻ കുറച്ച് ദൂരത്തു നിന്നാണ്. റെക്കോർഡിങ്ങുകൾ പല സമയത്തായിരിക്കും നടക്കുക. കൊച്ചിയിലാണ് നടക്കുക, ഞാൻ കുന്നംകുളത്തു നിന്നാണ്. പിന്നെ അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ പോസ്റ്റ് കോവിഡ് പലപ്പോഴും പാട്ടെഴുത്തുകൾ നേരിട്ട് കണ്ടിട്ടാവില്ല, വാട്സപ്പിലോ അല്ലെങ്കിൽ ഒരു സൂം കോളിലോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അപ്പോഴും അത് അങ്ങനത്തെ ആവശ്യം വരുന്നില്ല. നേരിട്ട് കണ്ടാൽ അതിൻ്റെ ഗുണങ്ങളുണ്ടാവും. എങ്കിലും ഇപ്പോൾ എല്ലാ രീതിയിലും നമുക്ക് സൂം വീഡിയോ വേണമെങ്കിൽ കാണാം. റെക്കോർഡിങ്ങും മ്യൂസിക് ഡയറക്ടറും ഒക്കെ രണ്ട് സ്ഥലത്തായിട്ടൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ വേണ്ടി വരാറില്ല. ഫ്യൂച്ചറിൽ കുറച്ച് പ്രോജക്റ്റുകളൊക്കെ എടുത്ത് നടക്കുന്നുണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ മെറ്റീരിയലൈസ് ചെയ്ത് വരണം. ഞാൻ അങ്ങനെ ഒരു ഫ്യൂച്ചറിസ്റ്റിക്കായിട്ടൊന്നും ചിന്തിക്കാറില്ല. എന്നോട് വരുന്നത് ചെയ്യുക എന്ന് മാത്രമാണ് ഓരോ ഘട്ടത്തിലും ചിന്തിച്ചിട്ടുള്ളൂ. കൂടുതൽ അതിനങ്ങനെ ചിന്തിക്കാറില്ല. വന്നത് എഴുതുക. കുറച്ച് പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട്. എഴുതിക്കഴിഞ്ഞ സിനിമകൾ വരാനുണ്ട്. അതിപ്പോൾ ഓരോ സമയം അനുസരിച്ചാണല്ലോ വരും. ഇപ്പോൾ എഴുതി കൊടുത്തുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് ഡിലേ ആവുകയോ അങ്ങനെയൊക്കെ പലതും സംഭവിക്കാമല്ലോ. അപ്പോൾ അത് എങ്ങനെ ഇറങ്ങും എന്നുള്ളത് അറിയില്ല. അതിനായിട്ട് വെയിറ്റ് ചെയ്യണം.